നീയായിട്ട് പറയുന്ന ലക്ഷണമില്ല. ഞാനായിട്ട് ചോദിച്ചേക്കാം. വിനയനെ കണ്ട് സംസാരിച്ചു? കണ്ടു, സംസാരിച്ചു. നല്ല സുഹൃത്തുക്കളായി പിരിഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയുമ്പോളെ അവൻ എന്തു പറഞ്ഞു? വിനയൻ എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്റെ മകളെ വേണ്ടെന്ന് പറയാനും മാത്രം അവൻ അത്രയ്ക്ക് വളർന്നോ? അവനെ ഞാൻ... അച്ഛനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ടേക്ക് ഇറ്റ് ഈസി. പൈങ്കിളി കഥകളിലെ പോലെ പ്രേമ നൈരാശ്യം കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യൊന്നുമില്ല. അച്ഛൻ പേടിക്കാതെ. എന്നാലോ അഹങ്കാരം ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. എന്റെ മകളെ അവമാനിച്ച അവനെ... ഇപ്പോൾ അച്ഛനാണെന്നെ അവമാനിക്കുന്നത്. ഞാനും വിനയനെ ഇക്കാര്യം മറന്ന പോലെ അച്ഛനെ ഇത് മറക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് ഒരു വിഷമവുമില്ല. നിന്റെ അഭിനയം നന്നാവുന്നുണ്ട് മോളെ. പക്ഷേ നിന്റെ മനസ്സ് കാണാൻ കഴിയുള്ള ഈ അച്ഛനോട് തന്നെ വേണോ ഇത്? മെസേഴ്സ് മേനോൻ ആൻഡ് അയ്യർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന സീല് കണ്ടാൽ ഇൻകം ടാക്സ് കമ്മീഷണർ വരെ വരയ്ക്കും. എന്നിട്ടാണോ മിസ്റ്റർ ഉണ്ണിത്താൻ ഭയപ്പെടുന്നത്? ഭയമല്ല സ്വാമി. ഇല്ലാത്തൊരു കമ്പനി ഉണ്ടാക്കി 1 വർഷത്തെ ലാഭം മുഴുവൻ ആ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതാരെങ്കിലും അറിഞ്ഞാൽ ആ കാര്യം ഈ ഹരിഹര സുബ്രഹ്മണ്യർക്ക് വിട്ടുവന്നേക്കും. ഇല്ലാത്ത കമ്പനികൾ ഉണ്ടാക്കുകയും ഉള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഞങ്ങളുടെ നിത്യ തൊഴിലഭ്യാസമല്ലേ? പക്ഷെ ചിക്കൽ എവിടെയല്ല. ഈ കമ്പനിക്ക് ഒരു ഉടമസ്ഥനെ കണ്ടുപിടിക്കണമല്ലോ. ഏതെങ്കിലും ഒരു പേരങ്ങ് വെച്ചാ പോരെ സ്വാമി? പോരാ, വെറും ബിനാമി പേരിൽ ആരംഭിച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഉണ്ണിത്താന്റെ അടുത്ത ബന്ധുക്കളായിരിക്കരുത്. ആള് വളരെ വിശ്വസ്തനായിരിക്കണം. കമ്പനി കണക്കിലെ ലാഭം കൊണ്ട് മുങ്ങിയാൽ നമ്മൾ നാമം പോട്ട് തന്നെ. വിനയന്റെ പേരിൽ ആരംഭിക്കാം. അച്ഛൻ എന്ത് പറയുന്നു? സുധേ, നിന്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് അവനെ ഞാൻ ജോലി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ പേരിൽ... വിനയൻ എന്നോടെന്തോ അന്യായം ചെയ്ത പോലെ സംസാരിക്കാതെ ആ തെറ്റിദ്ധാരണയുടെ പേരിലുള്ള വെറുപ്പ് മാറ്റിവെച്ച് ഒന്ന് ആലോചിക്കൂ. വിനയനെ പോലൊരു വിശ്വസ്തനെ കിട്ടില്ല. എങ്കിലത് വേണ്ട മോളെ. അവൻ നിന്നോട് കാറ്റു തോർക്കുമ്പോൾ... വിനയൻ എന്ത് കാട്ടിയെന്നാണ് മിസ്റ്റർ ഉണ്ണിത്താൻ പറയുന്നത്? ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന കാര്യമല്ല. അതെ, എന്നാലും എന്നോട് തുറന്നു പറയാം. ഈ രഹസ്യം എന്ന് വരുമ്പോ അതറിഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ്ങ് ഉറക്കം വരില്ല. പ്ലീസ് ബിഹേവ് യുവർസെൽഫ്. പിന്നെ കമ്പനി ഫ്ലോട്ട് ചെയ്യാനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡി. പേര് ഫില്ലപ്പ് ചെയ്ത് സിഗ്നേച്ചർ വാങ്ങി ഇന്ന് തന്നെ ഓഫീസിൽ എത്തിക്കണം. വിനയൻ ഇന്ന് ലീവാണല്ലോ. 4-5 ദിവസം കഴിഞ്ഞേ വരൂ. അതുപോരാ, ഇപ്പൊ തന്നെ വൈകി. എന്തായാലും പേപ്പേഴ്സ് എനിക്ക് ഇന്ന് തന്നെ കിട്ടണം. അച്ഛൻ ഇനി ഒരു തടസ്സവും പറയണ്ട. ഷൈനി, നീ ഇവിടെ? നീ ആകെ മാറിപ്പോയല്ലോ. ഇതെന്താ ഇങ്ങനെ? വിനയേട്ടൻ സുധയെക്കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. നീയാണ് ചേട്ടന്റെ ബോസ് എന്ന് എനിക്ക് ഊഹിക്കാനേ കഴിഞ്ഞില്ല. വിനയ നിന്റെ ചേട്ടനോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഇരിക്കൂ, ചേട്ടൻ പുറത്തു പോയിരിക്കാൻ ഇപ്പൊ വരും. കല്യാണത്തിന് കോളേജിൽ നിന്ന് മുങ്ങിയ പാർട്ടിയല്ലേ? അതും കല്യാണം കഴിഞ്ഞ ഉടനെ ഗംഭീര പാർട്ടി തരാമെന്നും പറഞ്ഞു. എന്നിട്ട് കാണുന്നത് ഇപ്പോഴാ. അല്ലേലും നീ വാക്ക് പാലിക്കാത്ത കൂട്ടത്തിലായിരുന്നല്ലോ. ഷൈനി, നീ എന്തിനാ കരയുന്നത്? പറയൂ മോളെ, എന്തായിരുന്നാലും എന്നോട് പറയാ. കല്യാണം കഴിഞ്ഞന്ന് രാത്രി ശൈലി, ഇത് കൊള്ളാവില്ലേടി? സാധാരണ മണവാട്ടികൾ ബലമായി മണിയറിക്കകത്ത് തള്ളി വിടുകയാണ് പതിവ്. നീ പകല ഇതിനകത്ത് കയറി കൂടിയല്ലോ. എന്താ മാറ്റിനിക്ക് വല്ല പരിപാടിയുണ്ടോ? ഇത് കണ്ടോ? എല്ലാവരും പോലെയല്ല ഞങ്ങളുടെ മധുവിധ ആരംഭം. തുടക്കത്തിൽ ഒരു പൊട്ടിത്തെറി. മൂപ്പര് പേടിക്കുമെന്ന് എനിക്കൊന്ന് കാണണ്ടേ? പട്ടാളക്കാരനല്ലേ, ഇതിനേക്കാൾ പൊട്ടിത്തെറിച്ച് ഞങ്ങൾ കണ്ടിരിക്കും. അങ്ങനെ അങ്ങ് പേടിപ്പിക്കാന്ന് വിചാരിക്കാതെ പെണ്ണെ. അത് തന്നെയാണ് എനിക്കും കാണേണ്ടത്. മാറാത്ത തന്നെയൊക്കെ പിടിച്ച് കെട്ടിച്ചവരെ വേണം പറയാൻ. ഒരു ചെറിയ പടക്കം പൊട്ടിയാലേ എനിക്ക് പേടിയാകും. ബോംബ് പൊട്ടുമ്പോ ചേട്ടന് പേടി തോന്നാറില്ലേ? ഒരു പട്ടാളക്കാരൻ അങ്ങനെ പേടിച്ച പറ്റൂ? അതൊക്കെ അങ്ങനെ കിടക്കും.
ചുരുക്കി പറഞ്ഞ ആറ്റം ബോംബ് പൊട്ടിയാലും ചേട്ടൻ പേടിക്കില്ലല്ലേ? ആ എന്ന് തന്നെ വെച്ചോ. അല്ല ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? ചേട്ടാ, സ്വന്തം കൈകൊണ്ട് ഞാൻ എന്റെ താലി പൊട്ടിച്ചു. നിയമത്തിന്റെ മുൻപിൽ അല്ലെങ്കിലും മനസാക്ഷിയുടെ മുൻപിൽ ഞാനൊരു കൊലപാതകയാണ് സുധൻ. അതിന് നീ തന്നെ സ്വയം വിധിച്ച ശിക്ഷയായിരിക്കും ഈ തനിച്ചുള്ള ജീവിതം. പക്ഷെ നിന്റെ കൂടെ ഒരു നിരപരാധി കൂടി ശിക്ഷ അനുഭവിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ഞാൻ വിനയനെ കുറിച്ചാണ് പറഞ്ഞത്. നിനക്ക് വേണ്ടിയാണ് വിനയൻ ജീവിതം പാഴാക്കുന്നത്. ഒരു സഹോദരൻ എന്ന ബന്ധത്തിനും കടപ്പാടിനും വേണ്ടി വിനയൻ നിന്നോട് കാട്ടുന്ന സ്നേഹത്തിനും വാത്സല്യത്തിനും പ്രതിഫലമായിട്ടെങ്കിലും നീ ജീവിക്കണം. നിനക്കൊരു ജീവിതം ഉണ്ടായാലേ വിനയനൊരു ജീവിതം കിട്ടൂ. ഷൈനി, ഷൈനി, നിന്നെ ഇതുപോലെ വീണ്ടും കാണാൻ എത്ര കൊതിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞു, അന്നൊന്നും നീ കേട്ടില്ല. ഇന്ന് മുതൽ ചേട്ടൻ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. എല്ലാം എല്ലാം. വീണ്ടും ഒരു വിവാഹം? ചേട്ടൻ പറഞ്ഞാൽ അതിനുപോലും ഞാൻ ഒരുക്കാണ്. ഇത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്? അതിനു മുൻപ് ചേട്ടൻ എനിക്കൊരു വാക്ക് തരണം. ഞാൻ പറയുന്ന ആളെ ചേട്ടൻ കല്യാണം കഴിക്കണം. ആളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മതി. ഞാൻ നോക്ക്. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോടോ മിസ്റ്റർ ഉണ്ണിത്താനോടോ ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഈ കമ്പനി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് നോട്ട് എ ചൈൽഡ്സ് പ്ലേ. സ്വാമി, എന്റെ മോളെ മാനേജ് ചെയ്യുന്ന വിനയന് കമ്പനി മാനേജ് ചെയ്യാൻ നിഷ്പ്രയാസമായിരിക്കും. അതാ ഈ പിച്ചും മാന്തും ഒന്നും ഇനി ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട്. ഈ അച്ഛൻ നിങ്ങളൊരു വകതിരിവില്ലാത്ത ആളാണ് മിസ്റ്റർ ഉണ്ണിത്താൻ. കല്യാണം കഴിഞ്ഞ് 2 ദിവസമായില്ല, കുട്ടികളെ ജയിലിലിടാനാണ് പ്ലാൻ. ഹണിമൂൺ, തേൻനിലവ്, ബതുവിതു എന്നീ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് പോരെ? ഇപ്പൊ പറഞ്ഞ 3 ഒന്നല്ലല്ലോ സ്വാമി. അല്ലട മണ്ട, വിദേശത്ത് പോയി ആഘോഷിച്ചാൽ ഹണിമൂൺ, ഊട്ടി കൊടൈക്കനാൽ തുടങ്ങി തമിഴ്നാട്ടിലെ സ്ഥലങ്ങളിൽ പോയി ആഘോഷിച്ചാൽ തേൻനിലവ്, നമ്മുടെ നാട്ടിലായാൽ മധുവിതു. അതെ മോളെ, ഇപ്പൊ സ്വാമി പറഞ്ഞതിൽ ഏതാ മോക്ക് വേണ്ടത്? തേന്നിലവ് തന്നെ ആയിക്കോട്ടെ. വിരോധമൊന്നുമില്ലല്ലോ? ഏയ്